മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടിയാണ്. സ്വയം മറന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ. പക്ഷെ പ്രായമാകുമ്പോൾ ഈ മക്കൾ അവരെ മറക്കുന്ന അനുഭവമാണ് പല കുടുംബങ്ങളിലും. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് മാതാപിതാക്കളെ അങ്ങേയറ്റം ആദരവോടെ കാണുകയും ഈ അമ്മമാർ തങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്ന ശ്രദ്ധയും പരിഗണനയും സ്നേഹവും കാരുണ്യവും തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ചില നല്ല കുടുംബങ്ങളുണ്ട്. അതുപോലൊരു കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. ആലപ്പുഴ രൂപതയിലെ കണ്ണമാലി അടുത്ത് മാനാശ്ശേരി സെന്റ് മൈക്കിൾസ് ചർച്ച് ഇടവകയിൽപ്പെട്ട കട്ടിക്കാട്ട് കുടുംബമാണ്. പീറ്റർ ചേട്ടൻ്റെയും മേരി ചേട്ടത്തിയുടെയും കുടുംബം. പീറ്റർ ചേട്ടന് 78 വയസ്സിൽ 11 വർഷം മുമ്പ് മരിച്ചുവെങ്കിലും ദൈവം ഈ കുടുംബത്തിന് നൽകിയ 9 മക്കളെയും അമ്മ നെഞ്ചോട് ചേർത്ത് കരുതലോടെ അവരുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നുകൊണ്ട് ജീവിച്ച അമ്മ മേരി ചേട്ടത്തി ഇന്ന് 84 വയസ്സുള്ള അമ്മ ഇന്ന് കുടുംബത്തില് ഐശ്വര്യമായി നിലകൊള്ളുകയാണ്. ദൈവം നൽകിയ 9 മക്കളിൽ ഒരാള് ഫാദർ ആന്റണി ആലപ്പുഴ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന അർപ്പണബോധമുള്ള ഒരു വൈദികനാണ്. ആ കുടുംബത്തിന്റെ നന്മ അച്ഛനിലൂടെ പ്രകടമാണ്. ആ കുടുംബത്തിന്റെ കൂട്ടായ്മയും സ്നേഹവും ഐക്യവും അമ്മയെ അവർ എങ്ങനെ കരുതുന്നു എന്നതിൻ്റെ ഒരു നേർചിത്രം നമുക്ക് കാണാം. ഇത് കട്ടിക്കാട്ട് മേരി പീറ്ററുടെ ഭവനം. എറണാകുളം ജില്ലയിലെ മാനാശ്ശേരിയിലാണ് ഈ ഭവനം. ഇത് സെന്റ് മൈക്കിൾസ് റോമൻ കാത്തലിക് ചർച്ച് മാനാശ്ശേരി കട്ടിക്കാട്ട് കുടുംബത്തിന്റെ ഇടവക ദേവാലയം. ഇതാണ് കട്ടിക്കാട്ട് മേരി പീറ്റർ. പ്രാർത്ഥന നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്ന അമ്മ. സ്നേഹനിധിയായ ഈ അമ്മയെക്കുറിച്ച് മക്കൾക്കും തലമുറകൾക്കും ഏറെ പറയാനുണ്ട്. എൻ്റെ പേര് ഫാദർ ആന്റണി കട്ടിക്കാട്ട്. ഞാൻ ഈ കുടുംബത്തിലെ 6ാമത്തെ മകനാണ്. ഞാൻ ആലപ്പുഴ രൂപതയിലെ ഒരു വൈദികനാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ അടുത്ത് തന്നെ പൊള്ളേത്തൈ എന്ന് പറയുന്ന ദേവാലയത്തിലാണ് ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത്. എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷമാണ്. കാരണം ഞങ്ങൾ ആ മാതാപിതാക്കൾ നല്ല മാതൃക കണ്ട് വളർന്നവരാണ്. ഞങ്ങൾ 9 മക്കൾ ഈ മാതാപിതാക്കൾ കാണിച്ചെന്ന പ്രാർത്ഥനയുടെയും നന്മയുടെയും വഴികളിലൂടെ ജീവിച്ചവരാണ്. ഞാൻ വൈദികനാകാൻ പോകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ വളരെ സ്നേഹവും ഐക്യമായിരുന്നു. കാരണം ഒരിക്കലും ഞങ്ങൾ പരസ്പരം വഴക്കിടാറില്ല. വഴക്കിട്ടാൽ തന്നെയും അത് പെട്ടെന്ന് കൂടുകയും പിന്നെ ഈ സ്നേഹത്തോടെ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ വൈദികനായതിനു ശേഷം അതുപോലെ തന്നെയാണ്. അവരെല്ലാവരും ഓരോരുത്തർ കുടുംബമായി മാറിയെങ്കിൽ തന്നെയും കുടുംബവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും ഒരുമിച്ച് കൂടുകയും പരസ്പര സ്നേഹം കൈമാറുകയും ചെയ്യാറുണ്ട്. എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ
വഴിത്തിരിവെന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന തന്നെയാണ്. ഞാൻ സെമിനാരിൽ പോയി തിരിച്ച് അവധിക്ക് വീട്ടിൽ വരുമ്പോൾ രാവിലെ പള്ളിയിൽ പോകുന്നതിന് മുൻപ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്നതിൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും കൈകൾ വിരിച്ച് ജപമാല ചൊല്ലുന്നതാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിന് വലിയ പ്രചോദനമായിട്ടുള്ളതാണ്. ഇവർ രണ്ടുപേരും കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ച് ഞാനൊരു വൈദികനാകുക മാത്രമല്ല അതിനുശേഷവും അവർക്കാവുന്ന രീതിയിൽ എപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിച്ച് വലിയ മാതൃക കാണിച്ചു തരാറുണ്ടായിരുന്നു. ഇപ്പോൾ അപ്പൻ മരിച്ചിട്ട് 11 വർഷമായെങ്കിലും ഇന്നും അമ്മച്ചിയാണ് പ്രാർത്ഥനയുടെ എല്ലാ മക്കളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത്. ഇപ്പോൾ എൻ്റെ ആവശ്യമാണെങ്കിൽ തന്നെയും എന്നോട് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാൻ അമ്മച്ചിയെ വിളിച്ചാൽ പറയുന്നത് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ പ്രാർത്ഥന കൂടി ആ കാര്യത്തിൽ ചേർത്ത് വയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ തന്നെയാണ്. അമ്മ ഏത് മക്കളുടെ ഏത് ആവശ്യമാണ്, കൊച്ചുമക്കളുടെ അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കളുടെ ആവശ്യങ്ങളായാലും അമ്മച്ചി വളരെ തീക്ഷ്ണതയോടുകൂടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനയുടെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും വളരുകയും ജീവിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ഇന്നും തുടരുന്നു. അത് തന്നെയാണ് എൻ്റെ മാതാപിതാക്കൾ നൽകിയിട്ടുള്ള വലിയ പ്രചോദനം. അമ്മച്ചിയിൽ നിന്ന് കിട്ടിയുള്ള വലിയൊരു മാതൃകയാണ് ഏത് കാര്യത്തെയും സമചിത്തതയോടെ ഉൾക്കൊള്ളുക, ജീവിക്കുക എന്നുള്ളത്. കാരണം അമ്മച്ചിയുടെ ജീവിതത്തിൽ ഒരിക്കലും ആരോടും വഴക്കിട്ട് കണ്ടിട്ടില്ല. അത്രയേറെ പുണ്യമായ ജീവിതമാണ് അമ്മച്ചി നയിച്ച് കാണിച്ചിട്ടുള്ളത്. ഈ നല്ല മാതാപിതാക്കൾ നൽകിയ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുകയാണ്. ദൈവം അവരിലൂടെ ഇനിയും ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അപ്പനമ്മയൊക്കെ നല്ല സ്നേഹത്തോടെയൊക്കെ ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ എല്ലാവരും ചെറുപ്പത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥന വലിയ ഭക്ഷണമൊക്കെ കഴിച്ച് സ്നേഹത്തിൽ കഴിഞ്ഞ് പോയി കുടുംബം. ദൈവസ്നേഹവും ദൈവഭയമുള്ള മാതാപിതാക്കളായിരുന്നു. അതുകൊണ്ട് മക്കളും ഇനി നിലയിൽ എല്ലാവരും ഓരോ ചെറിയ ഭവനം വെച്ചാണെങ്കിലും സന്തോഷത്തോടു കൂടി കഴിയുന്നു. എല്ലാവരും ഒത്തൊരുമയോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഭവനത്തിൽ വന്നു ചേരുമായിരുന്നു. ഞങ്ങളെ ചെറുപ്പം മുതലേ ഞങ്ങൾ അമ്മയും അപ്പനും നല്ല കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അവർ അമ്മച്ചി വലകെട്ടിൻ്റെ പണിയായിരുന്നു. ഫിഷിംഗ് ബോട്ടിൻ്റെ വലകെട്ട് പണിയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിക്കുകയും വളർത്തുകയൊക്കെ ചെയ്തത്. എൻ്റെ പേര് ഗ്രേസി. ഞാൻ രണ്ടാമത്തെ മരുമോളാണ്. നല്ലൊരു ദൈവസ്നേഹമുള്ള ഭവനത്തിലേക്കാണ് എന്നെ കെട്ടിച്ച് വിട്ടത്. പിന്നെ അപ്പിച്ചി ഉണ്ടായിരുന്നപ്പോൾ വെളുപ്പിന് എഴുന്നേറ്റ് ഒരു ജപമാല ചൊല്ലിയിട്ട് രണ്ടുപേരും കൂടി പള്ളിയിൽ പോകും. അതൊക്കെ ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നപ്പോൾ തുടങ്ങി കാണുന്നതാണ്. പേരക്കുട്ടികളാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചിക്കും അതെ അപ്പിച്ചിക്കും അതെ. ഇവർ ഈ പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അമ്മച്ചിനോടാണ് എന്നിട്ടും പറയണത് പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങൾ ചെറുപ്പം മുതലേ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ജീവിച്ചേക്കണത്. അപ്പൻ ഫിഷിങ്ങിന് പോവും, അമ്മ വലപ്പണി ചെയ്യും. അങ്ങനെ ഇല ചെയ്താണ് ഞങ്ങൾ എല്ലാവരും നോക്കിയേക്കണത്. 3 പേര് 2 പേര് ആദ്യമേ അവർ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരുവിധം നമുക്ക് ഈ വീട്ടിൽ ഒരുവിധം ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയത്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയുള്ള കുടുംബമാണ്. അമ്മക്ക് 7 മണിയാകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങും. അത് എല്ലാവർക്കും അത് നിർബന്ധമാണ്. വൈകിട്ടുള്ള പ്രാർത്ഥനയിൽ എല്ലാവരും സംബന്ധിക്കണം. ഈ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരോടും പൈസ വാങ്ങിക്കൂല. ആ പൈസ കൊണ്ട് നമ്മൾ സ്ഥലം മേടിച്ച് വീട് വെച്ച് എല്ലാവരും അങ്ങനെയാണ് ചെയ്യണത്. കല്യാണം കഴിച്ച് വന്നിട്ട് 32 വർഷമായി. ഈ വീട്ടിലോട്ട് വന്നപ്പോൾ പിന്നെ നല്ല പ്രാർത്ഥനയുമായിരുന്നു. നല്ലൊരു കുടുംബമാണ് എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ. അമ്മച്ചിയും അപ്പിച്ചിയും നല്ല പ്രാർത്ഥനയാണ്. അപ്പിച്ചി വെളുപ്പിനെ എഴുന്നേച്ചിട്ട് കൊന്ത ചൊല്ലി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടേ അപ്പിച്ചി പള്ളിയിൽ പോകുള്ളൂ. പള്ളിയിൽ പോകണത് ഫസ്റ്റിൽ അപ്പിച്ചിയായിരിക്കും പള്ളിയിൽ ചെന്ന് കയറുന്നത്. അത്ര വെളുപ്പിനെ അപ്പിച്ചി എഴുന്നേറ്റ് കുളിച്ച് അപ്പിച്ചി പള്ളിയിൽ പോകും. അമ്മിച്ചിയാണെങ്കിലും ഞങ്ങൾ എല്ലാ മക്കളോടും ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ അതുകൊണ്ട് ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഒരാരും ഒരു വഴക്ക ഒന്നും ഉണ്ടായിട്ടില്ല. അത്ര സ്നേഹമാണ് ഞങ്ങളുടെ കുടുംബം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അച്ഛനെയും ദൈവം അമ്മിച്ചിരെയും അപ്പിച്ചിരെയും പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തേക്ക് ഒരു അച്ഛനെ ഞങ്ങൾക്ക് തന്നു. എൻ്റെ അമ്മച്ചി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയേക്കണത്. എൻ്റെ അമ്മച്ചി വല കെട്ടിയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയേക്കണത്. എൻ്റെ അമ്മച്ചി എപ്പോഴും പള്ളിയിൽ പോയി പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇരിക്കണത്. അമ്മച്ചി എല്ലാ ദിവസവും കാലത്തെ പള്ളിയിൽ പോകും. കൊന്ത ചൊല്ലിയാണ് ഞങ്ങളെയൊക്കെ നോക്കിയേക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മച്ചിയോട് വന്ന് പറഞ്ഞു കഴിയുമ്പോൾ അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മച്ചി രാത്രിയും ഉറക്കമില്ലാതെയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണത്, എല്ലാ മക്കൾക്കും വേണ്ടി. ഈ അമ്മ മക്കൾക്ക് എല്ലാമാണ്.
അത് അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. മഹനീയം ഈ സായം എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചപ്പോൾ ഈ കുടുംബത്തിന് ലഭിച്ചത് സ്വർഗീയ സന്തോഷം. കണ്ണീരും വേണ്ട. എൻ്റെ അപ്പച്ചി മത്സ്യബന്ധന മാർഗവത്തിലായിരുന്നു. മത്സ്യബന്ധനമാണ് അപ്പച്ചിക്ക്. പിന്നെ കുറേ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടുണ്ടായി. 9 മക്കളായിട്ട് അപ്പച്ചി കുറേ കഷ്ടപ്പെട്ട്. പിന്നെ 17 വർഷം മുമ്പാണ് അപ്പച്ചി മരിച്ചത്. പിന്നെ അമ്മിച്ചി നല്ല സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാ സഹോദരങ്ങളും ഒരുമിച്ച് നല്ല രീതിയിൽ അമ്മിച്ച് നല്ല പ്രാർത്ഥനയോടുകൂടി ഐക്യത്തോടെയും തന്നെയാണ് ഞങ്ങളെല്ലാ സഹോദരന്മാരും വളർന്നു വന്നത്. എൻ്റെ പേര് മിനി. ഞങ്ങൾ 2 മക്കളായിരുന്നു. 2 മക്കളിൽ നിന്ന് എന്നെ കെട്ടിച്ച് വിട്ടത് 9 മക്കളുള്ള വീട്ടിലേക്കാണ്. അവിടെ അപ്പച്ചനും അമ്മച്ചിയും ബാക്കി ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും നല്ല സന്തോഷത്തിലും ഒക്കെയാണ് ജീവിച്ചു വന്നത്. പിന്നെ ഇപ്പോഴും നല്ല സന്തോഷത്തോടെ ഐക്യത്തോടു കൂടി ഞങ്ങൾ ജീവിച്ചു പോകുന്നു. എല്ലാ പരിപാടിയിലും എല്ലാ ഇതിലും എല്ലാവരും ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. എൻ്റെ പേര് സന്തോഷ്. ഞാൻ വീട്ടിലെ 7ാമത്തെ ആളാണ്. എൻ്റെ ഭാര്യയുടെ പേര് സിന്ധു. അത് ഗൾഫിലാണ്. മൂത്ത ആൾ സോന, ഇളയ സപ്പു. പിന്നെ എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ, ഞാൻ വീട് വെക്കാൻ വേണ്ടി പോകുമ്പോൾ പിന്നെ കൂടുതൽ സഹായിച്ചത് അമ്മ പോയടത്തിൽ പോയി ചോദിച്ച് പോയ സാധനം ഒപ്പിച്ചെന്നാണ് ഞാൻ പേര് വെച്ചത്. കൂടുതൽ കഷ്ടപ്പെടില്ല. എൻ്റെ ചേട്ടന്മാരെല്ലാവരും കഷ്ടപ്പെട്ടാൽ വിജയെന്ന് പറയാൻ. എനിക്കത്ര കഷ്ടപ്പാടുണ്ടായില്ല. അമ്മ കാരണമാണ് എല്ലാം കമ്മിച്ച് എല്ലാം റെഡിയാക്കി തരുമായിരുന്നു. എൻ്റെ പേര് പ്രകാശ്. ഞാൻ എൻ്റെ കുടുംബത്തിൽ 8ാമായിട്ടാണ് ജനിച്ചത്. ഞാൻ വളർന്നു വന്നപ്പോൾ എല്ലാവരും ചേട്ടന്മാർക്ക് എല്ലാവർക്കും കഷ്ടപ്പാടാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും അത് അറിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും ചേട്ടന്മാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് പഠിപ്പിക്കാനായിട്ടൊക്കെ. പക്ഷെ എന്നാലും പഠിക്കാനായിട്ടൊക്കെ ഇത് പുറകോട്ടായിരുന്നു. പിന്നെ കുടുംബത്തിൽ അപ്പനും അമ്മയുടെയും പ്രാർത്ഥന അത് കണ്ടാണ് വളർന്നത്. പിന്നെ ചെറുപ്പത്തിൽ തന്നെ അപ്പച്ചി തന്നെ ധ്യാനത്തിനൊക്കെ പോകാനായിട്ടൊക്കെ വിളിക്കുമായിരുന്നു, കൊണ്ടുപോകുമായിരുന്നു. അതിൻ്റെ ആ ഒരു ശീലം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോഴും അങ്ങനെ എവിടെ ധ്യാനം ഉണ്ടെങ്കിലും അവിടെയൊക്കെ പോയി പങ്കെടുക്കാറുണ്ട്. ഇത് പിന്നെ പറയാനുള്ള ഞങ്ങൾ സഹോദരന്മാരെ പറ്റിയാണ്. സഹോദരന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് വരെ എല്ലാവരും നല്ല ഒരുമയിലാണ്. ഇതുവരെയും വഴക്കിട്ട് ഞാൻ കണ്ടിട്ടില്ല സഹോദരന്മാർ തമ്മിൽ. അതേപോലെ തന്നെ അപ്പച്ചനും അമ്മച്ചിയാണെങ്കിലും അവരും വഴക്കിട്ട് കണ്ടിട്ടില്ല. ആ ഒരു ശീലമാണ് ഞങ്ങളും കണ്ടു വളർന്നേക്കുന്നത്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ദൈവവചനമാണ് കേട്ടിട്ട് എഴുന്നേറ്റ് വരുന്നത്. ആ ഒരു കുടുംബത്തിൻ്റെ ശക്തി അതായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ അമ്മക്ക് നല്ല ക്ഷമയാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ചെറുപ്പമായിരുന്നു, അമ്മ കുറച്ച് ഏജ്ഡായിരുന്നു. അപ്പോൾ എൻ്റെ പക്വതയില്ലായ്മയിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ തന്നെ അമ്മ അത് വളരെ ക്ഷമയോടെ നമുക്കത് പറഞ്ഞു തരും. അങ്ങനെ ഭയങ്കര പോസിറ്റീവായിരുന്നു അമ്മ. അപ്പച്ചിയും അതുപോലെ തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതാണ്. പക്ഷേ ആ കഷ്ടപ്പാട് ഞാൻ ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചേട്ടന്മാരെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. പിന്നെ എൻ്റെ അമ്മ എൻ്റെ കൂടെ താമസിക്കുന്നത്. ഞാൻ ഏറ്റവും വരുമ്പോൾ കാണുന്ന അമ്മ പ്രാർത്ഥിക്കണമായിരിക്കും. അതുപോലെ ഞാൻ ഇപ്പം കണ്ടാലും അമ്മച്ചി കൊന്തയും പിടിച്ച് പ്രാർത്ഥിക്കാൻ കണ്ടിട്ടുള്ളത്. പിന്നെ എൻ്റെ അപ്പം മരിക്കുന്നത് തൊട്ട് മുമ്പ് വരെ പള്ളിയിൽ പോയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ എൻ്റെ ചേട്ടന്മാരെല്ലാം എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാവരും ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. പിന്നെ എന്നെ ഒരാൾപ്പെട്ട് ആരും അറിയില്ല. പിന്നെ നീ അച്ഛൻ്റെ അനിയെന്ന് പറയുമ്പോൾ എന്നെ അറിയുള്ളൂ. ആ എനിക്ക് ഏറ്റവും വലിയ അഭിമാനമുള്ളത്. എൻ്റെ പേര് ജിനി. ഞാൻ അമ്മച്ചിയുടെ 9ാമത്തെ മരുമോളാണ്. ഞാൻ 14 വർഷമായി ഇവിടെ കല്യാണം കഴിച്ച് വന്നിട്ട്. ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഞങ്ങൾ കാണുന്നത് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാണ്. അത് ഇന്ന് വരെ അമ്മച്ചി അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാൻ ചെറിയ ജോലിക്ക് പോവുകയാണ്. അമ്മച്ചി അടുക്കളയിലൊക്കെ എന്നെ സഹായിക്കാറുണ്ട്. എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വന്നതിന് അമ്മച്ചിയാണ് നോക്കാറുള്ളത്. പിന്നെ അമ്മച്ചി ഈ 9 മക്കളെയും നല്ല രീതിയിലാണ് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു, നിനക്ക് നല്ലൊരു അമ്മയാണല്ലോ കിട്ടിയിരിക്കുന്നതെന്ന്. അത് ശരിയാണ്. ഞാൻ 14 വർഷമായിട്ട് അമ്മയുടെ കൂടെ താമസിച്ചിട്ട് ഇന്ന് വരെ ഞാനും അമ്മയും കൂടെ ഒരു വഴക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനെനിക്ക് വളരെ അഭിമാനമുണ്ട്. നല്ലൊരു ദൈവസ്നേഹവും നല്ല സമാധാനവും സന്തോഷമുള്ള ഒരു കുടുംബത്തിലേക്ക് വന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ശക്തി.
പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഈ അമ്മ ഏറെ സന്തുഷ്ടവതിയാകുന്നത്. എൻ്റെ പേര് മനു, ഞാൻ അമ്മയുടെ പേരക്കുട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന പോലെ തന്നെ ഞങ്ങളെല്ലാവരും പേരക്കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം വലിയ കുടുംബങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരു 9 മക്കളുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ കളിയും ചിരിയും സന്തോഷമൊക്കെ ആയിട്ട് എപ്പോഴും പോസിറ്റീവ് വൈബാണ്. അപ്പോൾ അമ്മയാണ് ഞങ്ങളുടെ എല്ലാ പരിപാടിയിലും ഞങ്ങളുടെ എല്ലാവരെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. അമ്മ എപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ എല്ലാവരും ഉമ്മ വെച്ച് ഒക്കെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് വൈബാണ് വരുന്നത്. എല്ലാ പരിപാടിക്കും എല്ലാവരും ഒരുമിച്ച് കൂടി കളിയും ചിരിയും. അപ്പോൾ വലിയൊരു കുടുംബമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലാ പരിപാടിയിലും ഞങ്ങൾ പങ്കുകൊള്ളുന്നത്. എൻ്റെ പേര് ഗ്രേച്ചു. ഞാൻ അമ്മയുടെ 2ാമത്തെ മോൻ്റെ മൂത്ത മോളാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അപ്പ ഉണ്ടായിരുന്നപ്പോഴാണെങ്കിലും രാവിലെ നമ്മൾ എണീക്കുമ്പോൾ കാണുന്നത് അപ്പ കുളിച്ച് നടയിൽ നോക്കി പ്രാർത്ഥന ചൊല്ലുന്നതായിരുന്നു. എനിക്കെന്തെങ്കിലും പ്രാർത്ഥന സഹായം എന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ അമ്മയുടെ അടുത്താണ് പറയാറ്. അമ്മ അതൊരു ഉപേക്ഷയും വിചാരിക്കാതെ അമ്മ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പേര് ഗീതു. ഞാൻ അമ്മയുടെ 2ാമത്തെ മകൻ്റെ മകളാണ്. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും കാണുന്ന പോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് അമ്മയുടെ ഡെയിലി റുട്ടീനിലുള്ളൊരു കാര്യമാണ് പ്രാർത്ഥന എന്ന് വെച്ചാൽ. ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ എല്ലാവരെക്കുറിച്ചും അമ്മ പ്രാർത്ഥിക്കാറുണ്ട്. അത് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അതിപ്പോൾ നമ്മളുടെ പഠന മേഖലയാണെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും എല്ലാം അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകം അമ്മ എടുത്തു പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പേര് അലീഷ. ഞാൻ അമ്മയുടെ ഇവിടുത്തെ 3ാമത്തെ മകൻ്റെ മരുമോളാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 4 കൊല്ലം ആവുന്നു. ഞാൻ ഇതുവരെ അമ്മയുടെ ഇതിൽ കണ്ടിട്ടുള്ളത് ഫുൾ പ്രാർത്ഥന തന്നെയാണ്. എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്മയോട് എന്ത് കാര്യം സംസാരിച്ചാലും ഭയങ്കര ഒരു നല്ല ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ മനസ്സിൽ. പിന്നെ എന്ത് കാര്യങ്ങളും എനിക്ക് ഇപ്പോൾ ആവശ്യങ്ങളുണ്ടെങ്കിലും പ്രാർത്ഥന എന്തെങ്കിലും സഹായം വേണ്ടതാണെങ്കിലും ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും അമ്മനോടാണ് ഓടി വന്ന് പറയുന്നത്. അപ്പം അമ്മ അത് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചോളാട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച് നല്ലൊരു പോസിറ്റീവ് വൈബായിട്ടുള്ളൊരു സംസാരമാണ് നമ്മുടെ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്ര നാളായിട്ട്. എൻ്റെ പേര് ഡോണ. ഞാൻ അമ്മയുടെ 8ാമത്തെ മകൻ്റെ മോളാണ്. അപ്പോൾ ഞാനിപ്പോൾ SSLC ആണ് എനിക്കിപ്പോൾ. ഇപ്പോൾ ആദ്യത്തെ എക്സാമിന് എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞപ്പോൾ 2ാമത്തെ എക്സാമിന് എനിക്ക് നല്ല ടൈം കിട്ടി. അമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റി. പിന്നെ ഞാൻ എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം ഉണ്ടെങ്കിൽ എൻ്റെ മമ്മീനോട് പറയണേക്കാളും കൂടുതൽ ഞാൻ അമ്മേനോടാണ് പറയണത്. അപ്പോൾ എനിക്ക് അത് അമ്മയുടെ നിന്ന് അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം എനിക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്തു. എൻ്റെ പേര് വിജി. ഞാൻ അമ്മയുടെ മകളുടെ മകളാണ്. അമ്മയെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. എപ്പോഴും ഞാൻ ഇവിടെ വരാറുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും അമ്മ, എന്ത് സങ്കടം പറഞ്ഞാലും അമ്മ അതിനനുസരിച്ച് അതിൻ്റെ പോകും വഴി അമ്മ പറഞ്ഞു തരും. പിന്നെ പ്രാർത്ഥിക്കാനാണെങ്കിലും എല്ലാത്തിനും അമ്മ മുമ്പിലാണ്. എന്ത് സങ്കടമാണെങ്കിലും അമ്മനോട് പറഞ്ഞാൽ അതൊരു ആശ്വാസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഫാദർ പോൾ കൊച്ചിക്കാരൻ സെന്റ് മൈക്കിൾസ് ഇടവക വികാരി അച്ഛനാണ് ഈ കുടുംബത്തിന്റെ ഇടയൻ. ആ ഇടയന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഈ മക്കള് 9 പേരും വളരെ സഹകരണത്തോടു കൂടി ജീവിക്കുകയും അമ്മയുടെ കാര്യത്തിൽ വളരെ താല്പര്യപൂർവ്വം ഇടപെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്നേഹത്തോടു കൂടിയും കൂട്ടായ്മയോടു കൂടിയും ഉള്ള ഒരു കുടുംബമാണ്. ഒരു അച്ഛൻ്റെ കുടുംബമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നല്ലൊരു കൂട്ടായ്മ ഐക്യമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ കുടുംബത്തിലുമുണ്ട്. ആ ഒരു കൂട്ടായ്മയാണ് വാസ്തവത്തിൽ ഒരു വൈദികനായ അച്ഛൻ്റെ ബലവും സന്തോഷവും. അമ്മയെ പരിചരിക്കുന്ന കാര്യത്തിൽ അച്ഛൻ്റെ സഹോദരങ്ങൾ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട്. 9 മക്കളിൽ ഒരു പെണ്ണും ബാക്കി എല്ലാവരും ആണുങ്ങളുമാണ്. അവരുടെ കുടുംബവും അവരുടെ മക്കളും കൊച്ചുമക്കളുമായിട്ട് വലിയൊരു കൂട്ടം തന്നെ ആളുകൾ കുടുംബത്തിലുണ്ട്. അവരുടെ സന്തോഷത്തോടു കൂടിയുള്ള
ഐക്യത്തോടു കൂടിയുള്ള ജീവിതമാണ് ഈ കുടുംബത്തിൻ്റെ ബലവും ശക്തിയും. തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരെ നോക്കുന്ന, ശ്രദ്ധിക്കുന്ന, അവരെ പരിചരിക്കുന്ന മക്കൾ ഒരനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനകൾ ബഹുമാനപ്പെട്ട ആന്നി അച്ഛന് ലഭിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരുള്ള ശ്രദ്ധയും പരിചരണവും മക്കൾ നിശ്ചയമായിട്ട് നിർവഹിക്കേണ്ട ഒന്നാണ്. അത് അവർക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയാണ്. ഈ ഭവനത്തിൽ കയറി ചെല്ലുന്നവർ അനുഭവിക്കുന്ന ശാന്തതയും സമാധാനവും ഇവിടുത്തെ പ്രാർത്ഥനയിൽ നിന്നും നിർഗളിക്കുന്നതാണ്. കുടുംബം ഒരു മനോഹര ഗാനം, ഇതാണ് കട്ടിക്കാട്ട് കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മാറിയ സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരെ നമ്മൾ എങ്ങനെ കരുതണം എന്ന ഒരു നല്ല സന്ദേശം ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ അഭിവന്യ പോളി കണ്ണൂക്കാടൻ പിതാവ് നൽകുന്നത് ഇപ്പോൾ കേൾക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ദൈവകൽപ്പന നമ്മോട് അനുശാസിക്കുന്നു. സഭയും സമൂഹവും മാതാപിതാക്കളോട് ആവശ്യമായിട്ടുള്ള കാരുണ്യവും ആദരവും പ്രകടമാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുമുണ്ട്. വാർദ്ധക്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ മാതാപിതാക്കളെ കൈവിടുന്നത് വലിയ അധാർമികതയും അനീതിയുമാണ്. മക്കളെ, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ കൈവിടരുത്. അവരെ കരുതലോടുകൂടെ പരിഗണിക്കാനും കരുതലോടുകൂടെ സംരക്ഷിക്കാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ അത് നിങ്ങളുടെ ഭാവിയിലും നന്മ ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിലും നന്മ ലഭിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 133 നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദരന്മാർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. കാരണം അവിടെയാണ് ദൈവം തൻ്റെ അനന്തമായ ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നത്. അതുപോലൊരു കുടുംബമാണ് ഈ കട്ടിക്കാട്ട് കുടുംബം. സഹോദരന്മാർ ഇന്നുവരെ കലഹിച്ചിട്ടുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷെ ഉടനെ യോജിപ്പിലേക്കും കൂട്ടായ്മയിലേക്കും എത്തുന്ന സ്നേഹത്തിൻ്റെ ഒരു പാഠപുസ്തകമാണ് ഈ കട്ടിക്കാട്ട് കുടുംബം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കന്മാർ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ അമ്മയുടെ സാന്നിധ്യം എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന അനുഭവം. ഇവർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഒരു കുടുംബമാണ് പൈതൃകമായി. പക്ഷേ വലിയ പണമൊന്നും ഭൗതികമായി നോക്കുമ്പോൾ വലിയ സമ്പത്തൊന്നും ഇവർക്കില്ല, സമ്പന്നരല്ല. പക്ഷെ ഇവർ രണ്ട് കാര്യത്തിൽ സമ്പന്നരാണ്. വിശ്വാസ ജീവിതത്തിലും സ്നേഹത്തിൻ്റെ ജീവിതത്തിലും സമ്പന്നരാണ്.
49 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ വിളക്കായി ഈ അമ്മ ഇന്ന് കൂട്ടിയിണക്കുന്ന കണ്ണിയായി നിൽക്കുകയാണ്. വിശ്വാസ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും മക്കൾക്ക് കൈമാറി എങ്ങനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയല്ല ഇത്, സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയെങ്കിലും എല്ലാ മക്കളും ഇന്ന് സന്തോഷവാന്മാരാണ്. മക്കൾക്ക് പണമുണ്ടാക്കി കൊടുക്കുന്നതിലല്ല, വിശ്വാസം കൊടുക്കുകയും എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വലിയ മാതൃക. അതാണ് ഈ കുടുംബത്തിൻ്റെ വലിയ ഒരു നന്മ. അമ്മയ്ക്ക് മക്കൾ ഒരനുഗ്രഹമായി മാറി, മക്കൾക്ക് അമ്മ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം. ഇതുപോലെ ഐശ്വര്യമുള്ള സന്തോഷമുള്ള ദൈവം സ്പർശിച്ച കുടുംബം ഈ കട്ടിക്കാട്ട് കുടുംബത്തിന് ഗുഡ്നെസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് കൂടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു നല്ല ദൈവാനുഗ്രഹമുള്ള കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.